സമൂഹ മാധ്യമത്തിലെ ലൈംഗിക ആരോപണത്തിനു പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്തതിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. ഷിംജിത മുസ്തഫയ്ക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി. എഫ്ഐആറിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഗുഡ് ഈവനിംഗ് അർജുൻ. നമ്മളെ വല്ലാതെ ഞെട്ടിച്ച സംഭവമാണ് ദീപകിന്റെ ആത്മഹത്യ. ദീപക് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന മട്ടിലുള്ള പ്രചരണം വന്നു. ദീപകിന്റെ കുടുംബം ഇന്ന് പരാതിയുമായി വന്നു. നിരവധി പരാതികളാണ് DIGക്കും മുഖ്യമന്ത്രിക്കും അടക്കം കിട്ടിയത്. ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഷിംജിത നേരത്തെ ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചതാണ് അരീക്കോട് പഞ്ചായത്തിൽ. ആ ഷിംജിതയ്ക്ക് നിയമം അറിയാം. പക്ഷേ എന്നിട്ടും പോലീസിനെ സമീപിക്കാതെ, ഒരു പരാതി പോലും നൽകാതെ ഒരു യുവാവിനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു. അധിക്ഷേപിച്ചതിന്റെ ഭാഗമായി യുവാവ് ജീവനൊടുക്കി. എഫ്ഐആറിന്റെ പകർപ്പിൽ എന്താണ് പറയുന്നത് അർജുൻ കല്യാൺ? ഡോക്ടർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഒരു പരാതിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടിയോ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ സമൂഹ മാധ്യമത്തിൽ ഒരു യുവാവിനെതിരെ ഇത്തരം ഒരു പോസ്റ്റ് ഇടുകയും അതിനകത്ത് കൃത്യമായ രീതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പ്രതികരണമൊക്കെ ഈ യുവതി നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനമാണ് ഈ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ദീപകിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. കുടുംബം ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതി അത് പിന്നീട് ഡിവൈഎസ്പിക്കും അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനും കൈമാറുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ 8 മണിയോടുകൂടി തന്നെ ഇങ്ങനെയൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുതുതായി, അതായത് നേരത്തെ അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് എടുത്തിരുന്നു. അതിന് പുറമെ ഇപ്പോൾ പുതിയതായി ഒരു എഫ്ഐആർ ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ദീപകിൻ്റെ അമ്മ നൽകിയിട്ടുള്ള പരാതിയിൽ തൻ്റെ മകൻ ആത്മഹത്യ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറയുന്ന യുവതി ഇത്തരമൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ